ഹലോ. ഓ സുഖം. ഇത് ബാബു നമ്പൂതിരി നമ്മുടെ ഗ്യാങ്ങിലുള്ളതാ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇപ്പോഴേ കാണാൻ പറ്റിയ. നൈസ് ടു മീറ്റ് യു. അല്ല കുഴപ്പമില്ല, എല്ലാം കൂടെ വരാറുണ്ട്. ശരിയായി കൊടുക്കും. ഇനി ഒരാൾ തരാണ്ട. ഇവര് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇത് ബാബു നമ്പൂതിരി, അത് ചോട്ടു നമ്പൂതിരി. ഇവര് രണ്ടുപേരും ഞാൻ ചോട്ടുവിനെ പരിചയപ്പെട്ടു. ചോട്ടുവിനെ ഇന്നലെ ഗുസ്തിക്ക് പോയപ്പോ പരിചയപ്പെട്ടു. ഇവർ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളായിരുന്നു. അവരിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ആണോ? രണ്ട് വീട്ടിലായിരുന്നേ, ഒരു രണ്ട് വീട്ടിലായിരുന്നു. അമ്മയിലുണ്ടായിരുന്നു. മുതുകിലൊക്കെ ബാബുവിന് നല്ല പേരാ. കാരണം ഞാൻ സിറ്റിയിൽ പറഞ്ഞപ്പോ ഞാൻ അവിടെ ചോദിച്ചിങ്ങനെ വാസുവിനെ കാണാൻ ആരെ കോണ്ടാക്ട് ചെയ്യണോന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ബാബുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, ബാബു അപ്പോയിന്റ്മെന്റ് എന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ ബാബുവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. അപ്പൊ ചന്ദ്രനെയും കണ്ടില്ല ഇതുവരെ. ചന്ദ്രനെയും വന്നില്ലേ? ഞാൻ വരുമെന്ന് പറഞ്ഞോണ്ടോ വരാത്തെന്ന് തോന്നുന്നു. അതെ ഇവര് തമ്മിൽ ശത്രുക്കളാ. ഇവനുള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എനിക്കാണ് അവനെ കാണുമ്പോ അവൻ അച്ഛനില്ലാത്ത ഓർമ്മ വരും. അതുകൊണ്ട് പിന്നെ എന്നെ കാണാൻ വരില്ല. ഇവര് അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞ തർക്കമാവും, ആകെ പ്രശ്നമാവും. അതെ. അപ്പൊ കുഴപ്പമില്ല. ഞാൻ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടില്ല. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നണേ, പക്ഷെ കാണാൻ പറ്റിയില്ല. അതെ. അല്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബാബുവിന് ചന്ദ്രന്റെ അച്ഛനായിട്ടാണ് കൂടുതൽ ബന്ധം എന്നുള്ളത്. പിന്നെ ഒരുപാട് ബന്ധമുണ്ട്, പണ്ട് മുതലേ ബന്ധമാണ്. അയ്യോ, ഇന്നലെ കണ്ടപ്പോ കൂടി പറഞ്ഞല്ലോ പുള്ളിക്ക് കൊച്ചുണ്ടാവില്ലെന്ന് പണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം. പക്ഷെ ഇപ്പൊ ഉണ്ടായി. ഇത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അതിന് കുഴപ്പമില്ല, അതൊരു അച്ഛനെ കണ്ടുപിടിച്ചിരുന്ന പ്രശ്നമേ ഉള്ളൂ. പണ്ടോട്ട് ഇങ്ങനെയാണ്. ഗ്യാങ്ങോട്ടിലൊക്കെ പോയായിരുന്നോ? ഇവര് ഗ്യാങ് ആയിട്ടില്ല, ഇവര് ഗ്യാങ് ആവുന്നതാണ്. ബാബു പണ്ടത്തെ കേവിയിലുണ്ടായിരുന്ന തൊപ്പി ഓർമ്മയില്ലേ? അയ്യോ, പുള്ളിക്കാരോട് പണ്ട് ചെറിയ 1-2 സംഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളത് കള്ളമാണ്. പിന്നെ ചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗ്യാങ് മെമ്പർ അല്ലേ, ഗ്യാങ് ഹൗസിലത് ആര് കയറിയാലും നമുക്ക് അങ്ങനെയാണ്. പിന്നെ മുരളിയെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല, അത് പാലായാലും. അന്ന് അങ്ങനെ എന്തൊക്കെയോ അബദ്ധം വെച്ച് അറിഞ്ഞോണ്ട് എന്തൊക്കെയോ പറഞ്ഞു. അല്ല, അത് മുരളിയെ പറഞ്ഞ അറിഞ്ഞോണ്ട് പറയും. പക്ഷെ അബദ്ധം വെച്ചാണല്ലോ ആ പുള്ളി ഗ്യാങ് ഹൗസിൽ കയറിയത്. അബദ്ധം വെച്ചാ അറിഞ്ഞോണ്ട് പറഞ്ഞു. ഗ്യാങ് പോവാന്നേ വരുള്ളൂ. കള്ളനാണ് അവൻ, എ ക്ലാസ് കള്ളൻ. അവൻ എല്ലാവരുടെ മുമ്പിൽ മാന്യമായിട്ട് അഭിനയിക്കുന്നേ ഉള്ളു കേട്ടോ. അവൻ എ ക്ലാസ് കള്ളനാണ്. നമ്മള് ആരോടാ പറയണ, ഷെയ്ക്കൊക്കെ കമ്മിറ്റഡ് ആണ് ബാബു, നമ്മളെ പോലെ അല്ല. ഇല്ല ഞാൻ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടൊന്നുമില്ല. ചെറിയ പറഞ്ഞ വിശ്വസിക്കൂല. വേലി കയറ്റ മണ്ണാലില്ലേ, ആ കടലിൽ പോയി തുളയിട്ട് കിടക്കും അവൻ. അങ്ങനത്തെ ഒരുത്താണ് ചന്ദ്രൻ. അവനൊന്നും വിശ്വസിച്ച് കൊണ്ടുപോകല്ലേ ഗേൾസിന്റെ അടുത്ത്? ഇല്ല, ഞാൻ ഒരു കുട്ടിനെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ഞാൻ ചന്ദ്രനെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. പരിചയം പോലും പെടുത്തി കൊടുക്കരുത്. അതൊക്കെ ചന്ദ്രൻ സത്യം പറഞ്ഞ ജെട്ടി ബിൽഡിങ്ങിന്റെ ഓരോ മൂലയിലും ഓരോ സമയത്തും ഓരോ പെമ്പിള്ളാരപ്പം ചന്ദ്രനെ കാണുന്നുണ്ട് എന്നുള്ള ന്യൂസ് എല്ലാം കേൾക്കുന്നുണ്ട്. വാസന ഞാൻ ഒരു ഫോട്ടോ അയച്ചുതരാം. ഐഡി എത്ര പറഞ്ഞേ? എന്റെ ഐഡി 1693. 1693. അതൊന്ന് കണ്ടോക്കെ. അത് പുതിയ ലേറ്റസ്റ്റ് ഫോട്ടോണ്. ന്യൂ ലീക്ക് ആയതാ, പുതിയ ലീക്ക്. ബാബുവിനെ അയച്ചുതരാം. ബാബുവിന്റെ നമ്പർ എത്ര? ബാബുവിന്റെ ഐഡി ഇത് ഐഡി ആണോ? പോക്കറ്റ് ഐഡി വന്നിട്ട് ഏകദേശം 1802. 1802. ഇത് സൂര്യബോസിന്റെ ഫോട്ടോ അല്ലേ ഇത്? അതെ അത് ലേറ്റസ്റ്റ് ആണ്. ലേറ്റസ്റ്റ് ലീക്ക് ആയതാ. നമ്മളെ പിള്ളേര് വിരിയാത്തതൊക്കെ പോയത് പ്രപ്പോസ്. അത് 2 ദിവസമായിട്ടുള്ള കുട്ടി സിറ്റിയിൽ വന്നിട്ട് അപ്പോത്തിന് ആ കുട്ടീനെ സെറ്റ് ആക്കിയെന്നാ കേട്ടത് വാസന. ചുമ്മാ പറയണേ, ഇത് ഇവന്റെ മോൻ തന്നെ മള്ളി ചന്ദ്രന്റെ. അതെനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യമല്ലേ. അതെല്ലാരും പറയണ അച്ഛനെ പോലെ തന്നെ മോന്റെ സ്വഭാവം. പിന്നെ ഒരു കഴിവേറിയാണ് ആ ചെറുക്കൻ. ഭയങ്കര മുട പിടിച്ചൊരു ചെറുക്കനാണ്. അത് ഇന്നലെ അന്ന് അവന്റെ വർത്താനം കേൾക്കണമായിരുന്നു. ഇന്നലെ എന്നെ എടാ മൊട്ടയെന്നൊക്കെ. എത്തുന്നിടത്തല്ലേ പിടിക്കുന്നത്, അറിയാവോ? വാസന മൊട്ട അല്ലല്ലോ, പിന്നെ മൊട്ട. അതിന് കിട്ടിയായിരുന്നു, വേഷ കിട്ടിയായിരുന്നു. പിന്നെ കണ്ടായിരുന്നു. അപ്പൊ എന്നത്തേക്ക് ഗ്യാങ്ങൊക്കെ എന്നത്തേക്ക് റാമ്പോ? ഇല്ല ഷേക്ക എന്നത്തേക്കാവും.
ഇല്ല ഒരു 2 ദിവസം കൂടി ഉണ്ട് മോണിറ്ററിംഗ് പീരീഡ്. 11-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 14 ദിവസം 15 ദിവസം വേണം മോണിറ്ററിംഗ്. അപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇപ്പം 30 പേരുണ്ടോ? 31 പേര് 35 പേരുണ്ടല്ലോ. 35 പേരുണ്ട് അവര്. 35 പേരുണ്ടല്ലേ? അല്ല 35 പേരുണ്ട്. നമുക്ക് പരിചയമുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. എന്നെ ഇതേപോലെ സന്തോഷത്തോടെ എതിരെ നിന്ന് കണ്ടാ മതി ശരിക്കും. ഇല്ല നമ്മളും അങ്ങനത്തെ അല്ല ഇന്നും ബാബുന്നും ബാസുന്നും മാത്രമേ വിളിക്കാവൂ. എനിക്ക് അച്ഛനെ പറയാവുള്ളൂ. നമ്മള് ഫോമായ വാസന നമ്മളൊന്ന് ഫാമിലി ആയിട്ട് വരുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. ഇതുപോലെ എത്ര വട്ടം നമ്മൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോയതാ കേവിയുടെ അടുത്തൊക്കെ. പറയാൻ പറ്റില്ല. ഈ മുരളി എന്നെ ഗ്യാങ് ഹൗസിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോ തിരികെ പുറകെ തിരികെ വിളിക്കും. അതൊക്കെ സാഹചര്യം പോലെ ഇരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും. വാസനെ നമ്മളങ്ങനെ പ്രതീക്ഷിക്കില്ല. ബാബു വിളിക്കാന്നാ മതി. ഞാൻ വിളിക്കത്തില്ല. ഞാൻ വിളിച്ചാലും എനിക്ക് മലയാളം അറിയില്ലല്ലോ ഇത് വിളിക്കാൻ. മനുഷ്യ മുരളി നന്നായിട്ട് അറിയാം. ബാബു ഒക്കെ കുറച്ച് ട്രിഗറാണ്, പെട്ടെന്ന് ട്രിഗർ ആവുന്ന കൂട്ടത്തില്ല. അല്ല സാധാ പോലെ വിളിച്ചാലും കായും പായും മായൊന്നും കൂട്ടി വിളിക്കാന്നാ മതി. ഞാൻ വിളിക്കില്ല. ഞാൻ എന്തായാലും ശരിക്കും ഞാൻ വിളിക്കില്ല. കാരണം ഇതിനൊക്കെ സിറ്റിയിൽ വരണം വല്ലപ്പോഴും ചെയ്യണമെങ്കിൽ. ഇനി സ്ഥിരമായിട്ട് ഉണ്ടാവും. അതങ്ങനെയാണ്. ബാക്ക് ടു ബാക്കാ? ബാക്ക് ടു ബാക്ക്. ഇനി അടുത്തൊരു മാസം ബാക്ക് ആവും. വാസണ്ണന്റെ ഒരു വലിയൊരു ഫാൻ ബോയ് ഇപ്പൊ വരാന്ന് പറഞ്ഞു. കാണാനല്ല. ഉസ്മാൻ. അല്ല ഇന്നലെ നമ്മള് വീണ്ടും ഇന്നലെ ഞങ്ങള് ഇതായപ്പോ ഒരു വള്ളി ഇന്നലെ ജസ്റ്റ് ഒഴിവായി. ഇന്നലെ റാമ്പൊക്കെ അവിടെ ഇരുന്ന സമയത്ത് നമ്മൾ എന്തോ പറഞ്ഞ് നമ്മള് സംസാരം അവിടെ ചെന്ന്. ഉസ്മാൻ അറിയാം നമ്മളെ, നമ്മുടെ സൗണ്ട് കേട്ട ഉസ്മാൻ അറിയാം. ഇവർക്കാർക്ക് റാംബോയോ ഇവർക്കൊന്നും ഇതിനകത്ത് അധികം വരാത്തോണ്ട് ഇവർക്ക് സൗണ്ട് ഒന്നും കേട്ടാ അറിയത്തില്ല. ഈ ഉസ്മാൻ അറിയാം. അവൻ എന്നിട്ട് മിണ്ടാതിരിക്കണം എന്നാ അവന് പറഞ്ഞ. ഞാൻ അവന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത് അവന് നമ്മളെല്ലാം നന്നായിട്ട് അറിയാം. അപ്പൊ അവന്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. അത് ടി വി ആണെന്ന് അറിയുമ്പോ സമയത്ത് നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഉസ്മാന്റെ അടുത്ത്. ഉസ്മാൻ എല്ലാരും അറിയാം ടി വിയിലെ. എന്തിന്റെ പേരിലേനോ വാസണ്ണ? അതിങ്ങനെ ഞങ്ങള് ചുമ്മാ ഇരുന്നപ്പോ ഇവരുടെ മേത്ത് വന്ന് ഇടിക്കല്ലെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് അവിടെ വേറൊരാളെ ഇടിച്ച് ചുമ്മാ തമാശ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ അത് മേത്ത് ഇടിച്ചില്ലല്ലോ ബ്രോ എന്ന് പറഞ്ഞ അങ്ങനെ സംസാരമായതാ. എനിക്ക് സൗണ്ട് മനസ്സിലായി. തിരിച്ചല്ല ഇവരെ തിരിച്ചറിയാനും പറ്റൂലായിരുന്നു. വേറെ എല്ലാരും വേറെ ഡ്രസ്സായിരുന്നു. അതെ അതെ. അപ്പൊ പിന്നെ ഇവന് മാറിപ്പോ എനിക്ക് പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ വന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോ ഗ്യാങ് സെറ്റ്. അതെ അതെ. അപ്പൊ എന്തായാലും കണ്ടായി സന്തോഷം. റാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം സിറ്റിയിലേക്ക്. നമുക്ക് ആദ്യമേ അടി വഴക്കിലോട്ട് പോകാതെ സമാധാനത്തിന്റെ പാതയിൽ തുടങ്ങാം. നമ്മുടെ കൂട്ടത്തിലും പിരിയേറ്റൻ ആളുണ്ടാവും, നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. അത് ഞാൻ ഇപ്പോഴും പറയാം റാമ്പോ. നിങ്ങളതൊക്കെ തുടക്കത്തിലേ പറയാം. ഷേക്ക് റാമ്പോ നിങ്ങളതൊക്കെ ഞാൻ തുടക്കത്തിലേ പറയാം. ഇത് എന്റെ ടിവിയുടെ സൈഡിൽ നിന്ന് ഈ ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനും എന്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ഉള്ളൊരു സാധനം ഗ്യാരണ്ടി ചെയ്യാൻ എനിക്കും പറ്റത്തില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നും അത് നിങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ PvP കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് വെളിയിലും അവിടെ ഇവിടെയൊക്കെ പലപ്പോഴും പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അത് പെട്ടെന്ന് ഒരു ദിവസം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അടിയും വഴക്കും ഒക്കെ വരുവാണെങ്കിൽ നമുക്കത് വരുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പോവാം. വെറുതെ ആണ് അത്. നമുക്ക് എന്തായാലും സിറ്റിയിൽ പല സിറ്റുവേഷനിലും നമ്മള് ഡ്രസ്സ് മാറിയിട്ടും അങ്ങനെ അറിയാതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നമുക്ക് സിറ്റുവേഷൻ ചിലപ്പോ വരാം. അതാ ഇനീഷ്യൽ സിറ്റുവേഷനിൽ തന്നെ നമ്മളത് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്ത ഒരു വാർക്കോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാതെ നമുക്ക് അത് അവിടുന്ന് ലീവ് ചെയ്യായിരിക്കും നല്ലത്. അല്ല ഇത് ഞാൻ പറയണത് അങ്ങനെയല്ല. ഇത് നമ്മളാരും ഇപ്പൊ ഷേക്കും ഞാനും ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും ഇത് പകല് കയറുന്നവരുണ്ട്, രാത്രി. ഇവരൊക്കെ TDM ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന പിള്ളേരാ, മനസ്സിലായി എല്ലാരും. ഇങ്ങനത്തെ കഴിഞ്ഞു നമ്മുടെ ചെറിയ ചെറിയ. അപ്പൊ അത് നടന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇൻ കേസ് അത് വാറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ടോക്സിസിറ്റിയും കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ച് ഇതായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് അങ്ങനെ അങ്ങ് തീർത്തങ്ങ് പോവാം. അതാണ് നല്ലത്. അതൊക്കെ ഇവനൊക്കെ A ക്ലാസ് വള്ളിയാണ് ഈ ലെവലിനൊക്കെ. ഇവനൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറിയിരിക്കുന്നുള്ളൂ. ഉച്ചയാകുമ്പോ ഇവനെ നാക്കങ്ങ് പൊങ്ങും. അതെ ഞാനൊക്കെ ഉള്ളത് ഡീസന്റ് ആയിട്ട്. ബാബുണ്ട് ചെറുതായിട്ട്. ഞാൻ കൊറേ കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നു ബാബു. ബാബുന് എന്താ കണ്ടോ? എന്റെ ഇഷ്ടത്തിന് ഞാൻ കളിക്കുള്ളൂ, നീ സ്പാം ചെയ്തിട്ട് പോകും. ഞാൻ എന്റെ ഇതുപോലെ ഐലൻഡിലാണ് നമ്മൾ പോയത്.
ഈ സിറ്റിയുടെ പകുതി ഷേക്കും ബാക്കി എക്സ്ട്രാ അഡ്മിന്റെ കയ്യിലാണ്. മുള്ളിയും മറ്റും നമ്മളെ അപ്പാപ്പന എന്ന് പറഞ്ഞത് പുള്ളി വെച്ചിട്ടായിരുന്നല്ലേ? അതെ 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 അതെ. എനിക്ക് ചേക്കിന് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കൊരു ചെറിയൊരു ഡീലിംഗ് ഉണ്ട്. പോയിട്ട് വരാം, റാംബോ പോയിട്ട് വരാം. ഇതിലോട്ട് വിളിച്ചു കേട്ടോ. നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, ഇതിലോട്ട് വിളിച്ചാൽ റാംബോയുടെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞു. എന്നെ ജസ്റ്റ് ഒന്ന് ഈ 572 അല്ലേ അവസാനം? ഞാൻ ഒന്ന് മിസ് കോൾ അടിക്കാം. ഒരു അനിയൻ ഹലോ